പെരുന്നാൾ തിരക്ക് അവരുടെ ടൗണിൽ കൂടെ സ്കൂട്ടർ ഇങ്ങനെ അടിച്ചു വിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡും വഴിയോടെ കച്ചവടക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ സൈഡിൽ കടകളുണ്ട്, ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. അതിനിടയിൽ സ്കൂട്ടർ ഇങ്ങനെ അടിച്ചു വിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ പെട്ടെന്ന് സാധാപുരം ടൗണാണ്, പെരുന്നാളിന്റെ തിരക്കാണ്, കണ്ടമാനം വാഹനം പോണ്ട്. ഞാനിന്റെ സ്കൂട്ടറിലിങ്ങനെ പോകുന്ന പെട്ടെന്ന് ബൈയിലാണെന്ന് പറഞ്ഞ ആള് പേടിച്ചൊഴിലെന്ന് ബാക്കിൽ പെട്ടെന്ന് ആള് മതപ്പെട്ട് വരികയാണ്. തന്നെ ഏത് മതക്കാരനാണ്? മതപ്പെട്ട് വരികയാണ്, ഭ്രാന്ത് പിടിച്ച് വരികയാണ്. അല്ല പെരാണ്ട് പിടിച്ച് ആനാണ് എന്റെ സ്കൂട്ടറിന്റെ പിറകെ ഇങ്ങനെ വരിക. ഭ്രാന്ത് പിടിച്ചാണ് എന്റെ സ്കൂട്ടറിന് പിന്നാലെ ഇങ്ങനെ എന്താ തൊട്ടടിക്കാൻ വന്ന അവിടെ? ഞാൻ നിങ്ങൾ കളിക്കുന്നുണ്ട് കളിച്ചാണ്. ആ ടൈംസിൽ വന്നിട്ടാ ഞാൻ കളിക്കുമ്പോൾ കളിക്കാൻ വന്നത്. നിങ്ങൾ സിനിമാറ്റിക് ഡാൻസ് കളിച്ചു വരുന്ന തൊട്ടടിക്കാൻ നിൽക്കാറ് ഹോർസ് പാട്ടായിരുന്നു കേട്ടോ. കളിച്ചില്ല. ആ ടൈംസാണ് ഹോർസ് പാട്ടായിരുന്നു. ഞാൻ കളിച്ചില്ല. ഒരു ഭ്രാന്ത് പിടിച്ച് ആരെ അവിടെ സ്കൂട്ടർ പിന്നാലെ അല്ല ഇതിങ്ങനെ കളിക്കുന്നില്ലല്ലോ, തൊടുന്നില്ലല്ലോ. തൊട്ടടിക്കാൻ നിൽക്കരുത്. അല്ല കളിക്കുന്നില്ലല്ലോ, തൊടുന്നില്ലല്ലോ. ആനയും കൂടി തൊട്ടടിക്കുക. നിങ്ങൾ തൊട്ടടിക്കാണ്. അല്ല നിങ്ങൾ ആനയും കൂടി തൊട്ടടിക്കാണ്. ഈ ആനയും കൂടി തൊട്ടടിക്കാണ്. നിങ്ങൾ ആനയും ഞാനും കളിക്കരുത് കേട്ടോ. ആ ടൈംസാണ്. നീ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. രണ്ടാമത്തെ കുരിച്ച് ചോദ്യം. ഇതെങ്ങനെയാണ് നിങ്ങൾ തൊലക്കമ്മൽ ചോദ്യം കിട്ടണേ? ഇപ്പൊ നമ്മൾ എന്താക്കാനാണ്? ആന തൊടുന്നില്ല അങ്ങനെ കളിക്കണേ ഉള്ളൂ. കളിക്കുന്നോ നായോ പറ്റിയാൽ നമുക്ക് കല്ലെടുത്തെറിയാൻ. ഇതിപ്പോ എന്താക്കാനാണ്? വലിയ ജീവിയല്ല ആനാന്ന് പറഞ്ഞാല്. തൊടാണ്ടിങ്ങനെ കളിക്കാണ്. തൊട്ട് പിറകെ തന്നെ ഉണ്ട്. ഞാൻ സ്കൂട്ടറിൽ ഇങ്ങനെ പോവുകയാണ്. അതാവരും ടൗണാണ്. പെരുന്നാളിന്റെ തിരക്കും സാറേ. അല്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് വേറെ വാഹനമൊക്കെ പോകുന്നുണ്ടോ? ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകണ്ടല്ലോ. അല്ല വേറെ വാഹനമൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകണ്ടല്ലോ. കാറും ജീപ്പൊക്കെ പോകുന്നു. സ്കൂട്ടർ പോകുന്നുണ്ടോ? സ്കൂട്ടർ ഇഷ്ടംപോലെ പോകണ്ടല്ലോ. ഇഷ്ടംപോലെ സ്കൂട്ടർ പോകുന്നു തന്നെ. കൊണ്ടോയിറങ്ങാൻ എനിക്ക് ആളെന്തിനാണ് എന്റെ സ്കൂട്ടറിന്റെ പിറകെ തന്നെ ഇങ്ങനെ വരില്ലേ? വേറെ എത്ര സ്കൂട്ടർ പോകണ്ടേ? നടക്കൂല എന്നോടല്ലേ. മൂന്നാമത്തെ ടഫുള്ള ചോദ്യം കിടക്കാണ് ഞാൻ. നിങ്ങളൊരു കൊട തരുമോ? എന്തിനാണ്? ഉപ്പല് മഴ പെയ്യും പോലെ പെയ്യുണ്ട്, അതുകൊണ്ടാണ്. മൂന്നാമത്തെ കഠിനമായ ചോദ്യത്തിൽ കിടക്കാണ്. ഇതിനെങ്കിലും കറക്റ്റ് മറുപടി പറഞ്ഞല്ലേ തനിക്ക് ലൈസൻസ് തരില്ല. വയനാട് ചുരം. വയനാട് ചുരം ആകാശത്തിലാണ്. ഇവിടെ വയനാട് ചുരമാനൊക്കെ വരച്ച് വയനാട് ചുരത്തിന് പോകുന്നു. നീ നിന്റെ കാറിൽ ഇങ്ങനെ അടിച്ചു വിട്ടിങ്ങനെ വരികയാണ്. സ്കൂട്ടറൊക്കെ പോയി വയനാട് ചുരത്തിന് പോകുന്നു. നീ നിന്റെ കാറിൽ ഇങ്ങനെ അടിച്ചു വിട്ടിങ്ങനെ വരിക. 120 സ്പീഡിലാണ് വരുന്നത്. അല്ലാന്ന് അതൊരു അറിവ് പിടിച്ചിടും. നടക്കുന്ന 120 സ്പീഡ് തന്നെ പോകണം. വയനാട് ചൊരാണ്. അത് 120 സ്പീഡ് തന്നെ പോകുന്നത്. വയനാട് ചുരത്തിന് മൊത്തമായി കൊല്ലികളാണ്. ഒരു ഭാഗത്ത് മാത്രമേ കൊല്ലുള്ളൂ. ഇടക്കിടക്ക് ഞാൻ പോണാണ്. മൊത്തമായി കൊല്ലികളാണ്. അടിച്ചുട്ടിങ്ങനെ വരികയാണ്. അള്ളാ കടിക്കോ? എന്ത് മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് എന്റെ വണ്ടിന്റെ ബ്രേക്ക് അങ്ങോട്ട് പൊട്ടി. ഇതെന്നല്ല ഇപ്പൊ പറഞ്ഞിട്ടുണ്ടേ. എങ്ങനെ മനസ്സിലായി? ഇത് മനസ്സിലാക്കാൻ എന്നെ തന്നെ പഠിക്കണല്ലോ. വണ്ടി വയനാട് നർസിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഉണക്കുണക്കണമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് കുത്തിപ്പോല്ലോ. അല്ലല്ലേ? അല്ലോ ബ്രേക്ക് പൊട്ടി പോയല്ലോ. എന്താണ് ബ്രേക്ക് പൊട്ടിപ്പോയല്ലോ? ഇവിടെ ബ്രേക്ക് പൊട്ടി താനത് ചെയ്യും. മനസ്സിലായില്ല. എന്താണ് ഇവിടെ ബ്രേക്ക് പൊട്ടി താനത് ചെയ്യുന്നു? എന്താണ് ഇവിടെ ബ്രേക്ക് പൊട്ടി താനത് ചെയ്യും? അമ്മ ഇറക്കുന്ന പൊക്കലൊക്കെ പോലെ വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ സൂപ്പർ 120 വണ്ടി എടുക്കണ്ടാന്ന്. സൂപ്പറുടെ മനുഷ്യൻ 120 വണ്ടി എടുക്കാൻ തന്നെ വയനാട് ചേർത്തിന് പോലെ ഈ എന്താളെ പൊട്ടനാക്കാണ്. എത്ര കാലമായി തന്നെ നമ്മൾ വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒറ്റ ചപ്പിന്റെ നന്നെ പണക നമ്മൾ ഔട്ടാക്കിയാണ്. വെറുതെ വട്ടാൻ പറയാക്കുണ്ടെങ്കിൽ എന്താ വിചാരിച്ച് നമ്മള് വിദ്യാഭ്യാസം ഇല്ല താനടിച്ചിട്ടാണ്. തെറ്റാൻ മോശക്കാരില്ലാത്ത അമൃത്തരേരെ ഒന്നും ഉണ്ടാകുന്നുണ്ടെന്നറിഞ്ഞ് ഈ എവിടത്തെ പോകുന്നറിയാൻ വേണ്ടിയിട്ടാണ്. കടപ്പുറാണ് കളിക്കാക്കണ്ട. തെറ്റാ വളരെ മോശക്കാരനാണ് നമ്മള്. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ 120 വണ്ടി എടുക്കട്ടാണ്. വണ്ടി കൊണ്ട് തിളക്കമില്ലാക്കിയപ്പോള് ഇതിപ്പോ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഗണത്തിലാക്കി ബ്രേക്ക് പൊട്ടില്ല. 120 വണ്ടി കളി ഒരൊറ്റ അതിന്റെ അപ്പുറം പോലെ വെറുതെ പത്താൻ പോയാൽ നിൽക്കണ്ടെങ്കിൽ തെറ്റാ മോശക്കാരനാണ് നമ്മള്. കള്ള നമുക്ക്
ബ്രേക്ക് പൊട്ടിച്ച് എനിക്ക് വെറുപ്പിടിച്ചിട്ടുണ്ട് വല്ലാണ്ട്. എമ്മേറ്റെന്തെങ്കിൽ കാലിത്തിറങ്ങി ഇതിപ്പോ ഞാൻ എന്താക്കാനാണ്? കാറിലായിട്ട് എല്ലിക്കുട്ടിഞ്ഞമാരുണ്ട് പെട്ടിന്റെ അടുത്ത്. ഞാനില്ലല്ലോ നിങ്ങളല്ലേ കാറിൽ വണ്ടിയിലായിട്ട് ഇങ്ങനല്ലേ? നിങ്ങൾ ഉണ്ടാവില്ലല്ലേ? നിങ്ങൾക്ക് ഇവിടെ കുത്തിനെ ചലിച്ചാൽ മതിയല്ലോ. കള്ള ഹിമാറി ഇതിപ്പോ എന്താക്കാനാണ് നമ്മള്? നല്ല മുന്നിട്ടുള്ള കാറ് തന്നെ. ബ്രേക്ക് പൊട്ടിയാൽ ഞാൻ പുല്ലും കൂടുതൽ കേട്ടു. പുല്ലും കൂടെ ഒന്ന് വയനാട്ടിൽ വായക്കൂടുതൽ കൊണ്ടിരിക്കില്ല വയനാട്ടിൽ. അല്ല ഇപ്പൊ ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് തരും. തരണോ ഞാൻ തീരുമാനിച്ചു. തരണോ തീരുമാനിച്ചുള്ളൂ. ലക്കമലാണ് ഇതിന്റെ ഉത്തരം പറഞ്ഞ എന്റെ ഓഫീസ് നമ്മൾ ഇറങ്ങുള്ളൂ. ഉറപ്പാണ് ഉത്തരം പറഞ്ഞപ്പോൾ എന്റെ വണ്ടി മൂരാട് പോയതിന് പോലീസുകാരൻ പിടിച്ചിട്ടാണ് ഉത്തരം പറഞ്ഞത്. രണ്ടായാലും ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ മതി. ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ നമ്മൾ പോകുള്ളൂ. വയനാട് ചർച്ചന്റെ മുകളിൽ കോൺഗ്രസിനിങ്ങനെ വരികയാണ്. ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരികയാണ്. വയോട്ടിങ്ങനെ വരികയാണ്. കോൺഗ്രസിലാണ് വരുന്നത്. 120 വരുന്നത്. അതൊക്കെ തന്നെ തരും നമ്മള്. 120 ഇങ്ങനെ വരികയാണ്. വയോട്ടിങ്ങനെ വരികയാണ്. വണ്ടിവണ്ടിങ്ങനെ വരികയാണ്. ഇരുഭാഗത്തും അഗാധമായി കൊല്ലിയാണ്. അത് നമുക്ക് വിഷയമല്ലല്ലോ. കൊണ്ടാരടങ്ങിയ കൊല്ലിയാണ്. അതും വിഷയമല്ല. വണ്ടിവണ്ടിങ്ങനെ വരികയാണ്. കോട ഇറങ്ങിയിട്ടുണ്ട്. അതും വിഷയമല്ല. വയോട്ടിങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്നോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് എന്റെ വണ്ടിക്ക് ബ്രേക്ക് അങ്ങോട്ട് വന്ന് ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണ് ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ എന്തായി? ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ എന്തായി? ഇവിടെ ചെറിയ ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ എന്താ ചെറിയ വെറുതെ വർത്താൻ പറയാൻ നിൽക്കണ്ട. കണ്ണടിച്ച് പൊട്ടിച്ചപ്പോൾ എനിക്ക് കണ്ണ് കാണാനായി. വെറുതെ ഒരു വർത്താൻ പറയാൻ നിൽക്കണ്ട. തീർന്നിട്ടില്ല. അങ്ങനെ വണ്ടി സൈഡാക്കും. 2 ഡോറും തുറന്ന് നമ്മൾ രക്ഷപ്പെടുത്തില്ല. ഇവിടെ ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണ് ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ ചെറിയ വെറുതെ വർത്താൻ പറയാൻ നിൽക്കണ്ട. ഈ വന്നപ്പോൾ ആളെ പൊട്ടനക്കാൻ തുടങ്ങിയാണ്. എന്റെ സ്കൂട്ടർ കൊണ്ടിട്ട് റെയിലുമേൽ ബ്ലോക്കാക്കി. ഒരു പരാതി പിടിച്ച ആനനെ എന്റെ സ്കൂട്ടറിന്റെ പിറകെ പായിപ്പിച്ച് ഒരു നല്ല മുൻപുള്ള മനോഹരമായ കോൺഗ്രസ് കാറ് കൊണ്ടിട്ട് വയനാട് ചർച്ചയിൽ വന്ന് പണ്ടാലിറക്കി. വന്നപ്പോ മുതൽ ഇത് തുടങ്ങിയാണ് സങ്കല്പാണെന്ന്. ഇതൊന്ന് അങ്ങോട്ട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു. ഹലോ